ദുർഗന്ധം വമിക്കുന്ന അന്തിക്കാട് കുളം ശുചീകരണത്തിനായി വറ്റിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കുളമാണ് മാലിന്യവും ദുർഗന്ധവും മൂലം വറ്റിക്കാൻ ആരംഭിച്ചത്. 4.5 ഏക്കറോളം വിസ്തൃതിയുള്ള അന്തിക്കാട്ട് കുളം മാലിന്യം നിറഞ്ഞും ദുർഗന്ധപൂരിതവുമായതോടെയാണ് കുളം വറ്റിക്കുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചത്. 20 HP-യുടെ 3 മോട്ടോറുകൾ ഉപയോഗിച്ചാണ് വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് തള്ളുന്നത്. 7 ദിവസം രാവും പകലും പമ്പ് ചെയ്താൽ മാത്രമേ കുളം വറ്റിക്കാൻ കഴിയൂവെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. കുളം ശുചീകരണ പ്രവൃത്തികൾ വിലയിരുത്തുന്നതിന് ഗീതാ ഗോപി MLA, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, അന്തിക്കാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് C. K. കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു തുടങ്ങി ജനപ്രതിനിധികളും ദേവസ്വം ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. കുളം ശുചീകരിച്ചതിനു ശേഷം വീണ്ടും മലിനമാകാതിരിക്കുന്നതിനുള്ള നടപടികളുമായി MLA-യും ദേവസ്വം ബോർഡും അന്തിക്കാട് പഞ്ചായത്തും ചേർന്ന് കൈകോർത്തു നീങ്ങുമെന്ന് MLA പറഞ്ഞു. അടുത്ത ദിവസങ്ങളായിട്ട് 1000-ഓളം വരുന്ന നീർക്കാക്കകളുടെ കാഷ്ടമിട്ട് ഈ കുളം മലിനജലമാവുകയും ബന്ധപ്പെട്ട അധികാരികളായിട്ടുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ ഉൾപ്പെടെവരെ നേരിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അതിനനുസരിച്ചുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം മാലിന്യം നിറഞ്ഞ ആ വെള്ളം പമ്പ് ചെയ്ത് നമ്മൾ കാനയിലേക്ക് തുറന്നു വിടുന്നതോടൊപ്പം തന്നെ ചത്തുപൊന്തിയ മീനുകളെ മൊത്തം മാറ്റിക്കൊണ്ട് മറ്റു നടപടികൾ അതിവേഗത്തിലാക്കിയിരിക്കുകയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി പ്രസിഡന്റ്. കുളം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് പ്രാഥമികമായി 2 ലക്ഷം രൂപയാണ് ദേവസ്വം ബോർഡ് അനുവദിച്ചിട്ടുള്ളതെന്നും ഇനിയും തുക ആവശ്യമായി വന്നാൽ അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് C. K. കൃഷ്ണകുമാർ വ്യക്തമാക്കി.